തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനം പിടിക്കാൻ പൊരിഞ്ഞ പോരാണ് മുന്നണികൾ നടത്തുന്നത്. 4 നിയമസഭാ മണ്ഡലങ്ങൾ, വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, അതുപോലെ തന്നെ കഴക്കൂട്ടം. 4 നിയമസഭാ മണ്ഡലങ്ങളിലെ മുഴുവൻ വാർഡുകളും തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പെടുന്ന വാർഡുകളാണ്. ഒപ്പം കോവളം മണ്ഡലത്തിലെ 4 വാർഡുകളും ചേരുമ്പോൾ 101 വാർഡുകൾ ചേർന്ന് അതിബൃഹത്തായ ഒരു ഭരണ സംവിധാനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്തെ പോര് സംസ്ഥാനത്തെ ആകെ പോരിന് മാറ്റുകൂട്ടുന്നതാണ്. സംസ്ഥാനത്തിൻ്റെ ആകെ കണ്ണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിൻ്റെ ചരിത്രമെടുക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ തിരുവനന്തപുരം മേയറായിരുന്നു. വി ശിവൻകുട്ടി, ജയൻ ബാബു, ജെ ചന്ദ്ര, അതിനുശേഷം ഏറ്റവും ഒടുവിൽ വരുമ്പോൾ പ്രായം കുറഞ്ഞ മേയർ എന്ന ബഹുമതിക്ക് അർഹയായ ആര്യ രാജേന്ദ്രനാണ് ഇപ്പോഴത്തെ മേയർ. ഇനി തലസ്ഥാനത്തെ രാഷ്ട്രീയ കണക്കുകൾ എങ്ങനെയാണ്? തലസ്ഥാനത്തെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിൽ 51 സീറ്റിൻ്റെ കൃത്യമായ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുക എന്ന വാശിയിലാണ് ഇടതുമുന്നണി. എല്ലായിടത്തും അവർ നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് വിജയ പ്രതീക്ഷയുണ്ട് എന്നത് തന്നെയാണ് LDFിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. 3 ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ട്. മുമ്പ് ജയൻ ബാബു മേയർ സ്ഥാനാർത്ഥിയാണ്, മേയറാകും എന്ന് മത്സരിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ചരിത്രവും തിരുവനന്തപുരത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനാർത്ഥിയായി 3 പേർ മത്സരിക്കുന്നു. ഒന്ന് വഞ്ചിയൂർ ബാബു. വഞ്ചിയൂർ വാർഡിൽ തന്നെയാണ് ബാബു മത്സരിക്കുന്നത്. ബാബു കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ എടുത്തിട്ട് അമ്മാനമാടിയത് ബാബുവിന് മാത്രമല്ല, തിരുവനന്തപുരത്തെ പാർട്ടിക്ക് ആകെ ക്ഷീണമായി എന്ന ഒരു കുറവ് ഒഴിച്ചു നിർത്തിയാൽ ബാബു വിജയപ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ശിവജി മത്സരിക്കുന്നത് പുന്നയ്ക്കാമുകളിലാണ്. പുന്നയ്ക്കാമുകളിലും വിജയപ്രതീക്ഷയോടെയാണ് ശിവജി അംഗം കുറിച്ചിരിക്കുന്നത്. മുൻ മേയർ ശ്രീകുമാർ ചാക്ക വാർഡിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. ഈ 3 പേരും വിജയപ്രതീക്ഷയിലാണ്. ഇവരിൽ 3 പേരിൽ ആരെങ്കിലും ആകും മേയർ എന്നാണ് തിരുവനന്തപുരം സ്വദേശികളുടെ ഒരു ധാരണ. ഇനി ഇവരെ 3 പേരെയും തോൽപ്പിക്കുമോ, ഇവരിൽ ആരെങ്കിലുമൊക്കെ ജയിച്ചു വരുമോ എന്നൊക്കെ ഇനി കണ്ടറിയണം. കാരണം CPM ആരെയാണോ മേയർ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച് കളത്തിലിറക്കുന്നത് അവരെ തോൽപ്പിക്കുന്ന ശീലം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ ഇടതുമുന്നണിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയല്ല. ഒരു മുന്നണിയും താറടിച്ചു കാണിക്കുന്നത് ഈ അവസരത്തിൽ ഉചിതവും അല്ല.